പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സമർപ്പണത്തിനായി നാം നടത്തുന്ന ഒരുക്കം നമ്മളെ പൂർണ്ണമായി അമ്മയ്ക്ക് കൊടുക്കുന്ന ആ ഒരു ദിവസത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക. 24-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തി. പരിശുദ്ധ മറിയത്തെ ആഴത്തിൽ അറിയുക എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം. പരിശുദ്ധ മറിയം നമ്മുടെ അഭിഭാഷക എന്നുള്ളതാണ് ഇന്നത്തെ വിചിന്തന വിഷയം. അഭിഭാഷകയായ അമ്മ. സാധാരണഗതിയിൽ അമ്മ എന്ന് പറയുമ്പോൾ തന്നെ മക്കൾക്ക് വേണ്ടി വാദിക്കുന്നവരാണ് അമ്മമാർ. എന്നാൽ അമ്മ മാതാവിൻ്റെ കാര്യത്തിൽ ചില പ്രത്യേകതകൾ ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2:3 നമ്മൾ കാണുന്നത്, അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. അമ്മ കയറി ഇടപെടുകയാണ്. ഒരുപക്ഷെ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ കരുതിയ സമയമല്ല ഈശോ പറഞ്ഞത്, എൻ്റെ സമയമായിട്ടില്ല എന്ന്. അവൻ്റെ പരസ്യ ജീവിതത്തിനായി അവൻ കരുതിയിരുന്ന സമയമായിട്ടില്ല. ദൈവത്തിൻ്റെ സമയത്തിന് മാറ്റം വരുത്തുവാൻ പരിശുദ്ധ അമ്മ അപേക്ഷിക്കുക. അവരുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ അന്ത്യകാല പോരാട്ടത്തിൽ കർത്താവിൻ്റെ രണ്ടാം വരവിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ പലരും പുച്ഛത്തോടെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ പാപത്തിലാണ്, ഇന്നലെയും പാപം ചെയ്തു, ഇന്നും പാപം ചെയ്തു, ഒന്നും സംഭവിച്ചില്ല. പരിശുദ്ധ അമ്മ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മുമ്പിൽ കമിഴ്ന്നു കിടന്ന് ലോകത്തിന് മുഴുവനും അമ്മയുടെ മക്കൾക്ക് വേണ്ടി അമ്മ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. അത് വിശുദ്ധ അൽഫോൺസ് ലിഗോരി പുണ്യവാളൻ മനോഹരമായിട്ട് പറയുന്നുണ്ട്, എങ്ങനെയാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനം, പിശാച് ബാധിക്കപ്പെട്ട ഒരു സ്ത്രീ, ഈശോയുടെ പിശാച് ബാധിക്കപ്പെട്ട മകളുള്ള ഒരു സ്ത്രീ ഈശോയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെയാണ് പറയുക, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. വിശുദ്ധ അൽഫോൺസ് ലിഗോരി ഇങ്ങനെയാണ് പറയുക, ഭൂമിയിലെ ഒരു സാധാരണ അമ്മയ്ക്ക് ആ അമ്മയുടെ കുഞ്ഞിൻ്റെ പ്രശ്നം അമ്മയുടെ പ്രശ്നമായി ഈശോയോട് പറഞ്ഞെങ്കിൽ, നമ്മുടെ ഈശോയുടെ അമ്മ, ഇത്രയും സ്നേഹമുള്ള അമ്മ, നമ്മയുടെ പ്രശ്നത്തെ എങ്ങനെയായിരിക്കും അമ്മ പറയുക? പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മുമ്പിൽ അമ്മ മുട്ടുകുത്തി കമിഴ്ന്ന് വീണ് കിടന്ന് പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിൻ്റെയും പാപത്തെ പ്രതി അമ്മ പറയും, പുത്രനോട് പറയും, ലോകത്തിൻ്റെ മേൽ വരാനിരിക്കുന്ന വലിയ കോപം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ, എൻ്റെ മക്കളിൽ കനിയണമേ എന്നല്ല, എന്നിൽ കനിയണമേ. അങ്ങനെയാണ് അമ്മ പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയുടെ ഒരു നെടുവീർപ്പ് പോലും പിശാച് ഭയപ്പെടുന്നു എന്നാ പറയുക. സ്വർഗം അത്രമാത്രം അമ്മയുടെ വേദനയെ മാനിക്കുന്നു. അതുകൊണ്ടാണ് നിവൃത്തിയില്ലാതെ അമ്മയുടെ ഹൃദയം പൊട്ടി അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ ഒഴുകിയിറങ്ങുന്ന സമയങ്ങളിൽ സ്വർഗം കരുണയാകുന്നത്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ, പ്രത്യേകിച്ച് അക്കീത്ത എന്നുള്ള സ്ഥലത്ത് 101 തവണയാണ് അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരിക. റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് പലയിടങ്ങളിലും പ്രത്യേകമായി രക്തക്കണ്ണീർ ഒഴുകിയിറങ്ങുന്നുണ്ട്. രക്തക്കണ്ണീർ ജപമാല നമ്മൾ ചൊല്ലുന്നുണ്ട്. അമ്മ ചിന്തിയ രക്തക്കണ്ണീരാൽ എൻ്റെ യാചന കേൾക്കണമേ, കരുണയായിരിക്കണമേ, സ്നേഹം നിറഞ്ഞ ഈശോയെ. ഇത് ഒരു ശക്തമായ പ്രാർത്ഥനയാണ്. ഈശോയുടെ തിരുരക്തം കഴിഞ്ഞാൽ പിശാചേറെ ഭയപ്പെടുന്നത് പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീരാ. ആത്മാക്കൾ നശിച്ചു പോകുന്നതിനെ ഓർത്ത് അമ്മ കരയുകയാണ്. ദൈവത്തെ മറന്നുള്ള മനുഷ്യൻ്റെ ജീവിതം കണ്ട് അമ്മ കരയുകയാണ്. നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി, സഭയെ കുറ്റപ്പെടുത്തി, സഭാ നേതൃത്വത്തെ കുറ്റപ്പെടുത്തി നമ്മൾ നടത്തുന്ന ഈ ആത്മീയ ജീവിതത്തിൽ അമ്മ കരയുകയാണ്. എല്ലാറ്റിനുപരിയായി
ദൈവത്തിൻ്റെ കാരുണ്യം എനിക്ക് വേണ്ട എന്നുള്ള തരത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ അമ്മ കരയുകയാണ്. പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീര്. നമ്മൾ പലപ്പോഴും ചിത്രങ്ങളൊക്കെ കാണാറുണ്ട്, നമ്മുടെ വീട്ടിൽ നമ്മൾ ചിത്രം തൂക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ലളിതമായി ചോദിക്കട്ടെ, നമ്മുടെ അമ്മ കരഞ്ഞ നമ്മളത് ചിത്രങ്ങളായി പ്രദർശിപ്പിക്കുന്നതിലാണോ നമ്മൾ താല്പര്യം കാണുക, അതോ അമ്മയുടെ കണ്ണുനീര് തുടയ്ക്കുന്നതിലാണോ? പരിശുദ്ധ അമ്മ നമ്മുടെ അഭിഭാഷകയാണ്. അമ്മ നമുക്ക് വേണ്ടി നിന്ന് വാദിക്കുക. മക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനിടയിൽ അമ്മയുടെ ഹൃദയത്തെ വല്ലാതെ മുറിച്ചു കളയുക. നമ്മൾ എന്ത് ചെയ്താലും അമ്മയുടെ ഹൃദയം നമ്മൾ തിരികെ വരുന്നതും കാത്ത് വേദനയോടെ നോക്കിയിരിക്കുക. നമ്മൾ ഇതിനെ ഒരിക്കലും വില കുറച്ച് കാണരുത്. പഴയ നിയമത്തിൻ്റെ പാരമ്പര്യത്തിൽ അമ്മ രാജ്ഞി എന്നൊരു പ്രയോഗമുണ്ട്. ഗബീറ എന്നുള്ള വാക്ക്. അത് മറ്റൊന്നിനെയുമല്ല സൂചിപ്പിക്കുക, രാജ്യം ഭരിക്കുന്ന രാജാവിൻ്റെ അമ്മയാണ് രാജ്ഞി, ഭാര്യയല്ല. അത് പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ ഒരു പാരമ്പര്യ. ജനം എന്തെങ്കിലും ഒരു സഹായം രാജാവിൻ്റെ മനസ്സൊന്ന് അലിയണമെങ്കിൽ ജനം പോയി നിന്ന് ചോദിക്കുക ഈ അമ്മരാജ്ഞിയുടെ അടുത്താണ്. പുതിയ നിയമത്തിൽ ക്രിസ്തുവിലൂടെ ദൈവരാജ്യം സാർവത്രികമായി സ്ഥാപിതമായി. ലൂക്കായുടെ സുവിശേഷം 1:32 നമ്മളത് കാണുന്നു. ഈശോ രാജാവാണ്, അവിടുന്ന് നീതിവിധിയാളനാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് സിസ്റ്റൈൻ ചാപ്പലിലെ ഒരു ചിത്രം ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ. മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കുന്ന റോമിലെ പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണ് സിസ്റ്റൈൻ ചാപ്പൽ. ഈ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ പ്രധാനമായ അൾത്താരയിൽ മൈക്കിളാഞ്ചലോ വരച്ച ഒരുപാട് ചിത്രങ്ങൾ സിസ്റ്റൈൻ ചാപ്പലിലുണ്ട്. ദൈവം മനുഷ്യനെ തൊടുന്ന സൃഷ്ടി, അതുപോലെ ഒത്തിരി മനോഹരമായ ചിത്രങ്ങൾ ആ ചാപ്പലിൻ്റെ ചുമരിലുണ്ട്. എന്നാൽ ആ ചാപ്പലിൻ്റെ അൾത്താരയിലായി കർത്താവിൻ്റെ 2ാം വരവാണ് ചിത്രീകരിച്ചിരിക്കുക. ദൈവം രാജാവായവൻ, നീതിവിധിയാളനായവൻ, കർത്താവിൻ്റെ ഒരു വരവുണ്ട്. അത് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് കർത്താവിൻ്റെ ഒരു ഭാവം. കരമുയർത്തി, അത് മുഖം നോക്കാതെ നിൽക്കുന്ന തമ്പുരാൻ, മുഖം നോക്കാതെ വിധിക്കുന്നവൻ, നീതിവിധിയാളൻ. നീതി എന്നുള്ളത് കർത്താവിൻ്റെ വിശേഷണമാണ്, ദൈവത്തിൻ്റെ വിശേഷണമാണ്. അർഹതപ്പെട്ടവന് കൊടുക്കുക എന്നുള്ളതാ. അല്ലാണ്ട് തരംതിരിവ് കാണിക്കുന്ന ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം. കുറച്ചു പേർക്ക് മാത്രം ഇങ്ങനെ ഒതുക്കത്തിൽ എന്തെങ്കിലും കൊടുക്കുക അല്ല, അർഹതപ്പെട്ടവൻ അർഹതപ്പെട്ടത് കൊടുക്കുക. അതുകൊണ്ടാണ് പിശാച് ദൈവത്തിന് മുമ്പിൽ പോയി ന്യായവാദങ്ങൾ നടത്തുന്നത് നമ്മൾ വചനത്തിൽ കാണുക. അവൻ ഇതിങ്ങനെ ചെയ്തതുകൊണ്ട്, അവൻ നിന്നെ തള്ളി പറഞ്ഞതുകൊണ്ട്, അവന് നിന്നെ വേണ്ടാത്തത് കൊണ്ട്, എനിക്ക് അവൻ്റെ മേൽ അധികാരമുള്ളത് കൊണ്ട് പിശാച് ന്യായവാദങ്ങൾ നിരത്തുന്നവനാ. പിശാചിന് ഓട്ടോമാറ്റിക്കായിട്ട് അധികാരം കിട്ടും. കാരണം കർത്താവിൻ്റെ നീതി എന്താണെന്ന് പിശാചിന് നന്നായിട്ടറിയാം. പ്രിയപ്പെട്ടവരെ, ഈ 2ാം വരവിൽ പരിശുദ്ധ അമ്മയുടെ ചിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, നീതിവിധിയാളനായി കർത്താവ് ഇങ്ങനെ വന്ന് നിൽക്കുക. പരിശുദ്ധ അമ്മ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. നമുക്ക് വേണ്ടി ദൈവസമക്ഷം നിരന്തരം യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യരുത് എന്ന് ചങ്കുപൊട്ടി പ്രാർത്ഥിച്ച അമ്മ കർത്താവ് നീതിവിധിയാളനായി വരുമ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ആ ചിത്രത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. അമ്മയുടെ മുഖം മറച്ചു പിടിച്ചിരിക്കുന്നു. മറ്റൊരു സ്ഥലത്തേക്ക് അമ്മ ഇങ്ങനെ മുഖം മാറ്റി പിടിച്ചിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. കാരണം പരിശുദ്ധ അമ്മയ്ക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നീതിവിധിയാളനായി ഈശോ വരുമ്പോൾ ഇന്നലെ വരെ അമ്മ നമുക്ക് വേണ്ടി ഒരു അഭിഭാഷകയായി നിന്ന് നമ്മളെ കാത്തു, നമ്മളെ താങ്ങി. സ്വർഗം നമ്മളോട് കരുണ കാണിച്ചു. പ്രിയപ്പെട്ടവരെ, കരുണയുടെ മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ഇതേറെ പ്രധാനപ്പെട്ട സമയമാണ്. നമുക്ക് സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. പ്രകൃതി നമുക്കെതിരാകുന്നതും കർത്താവിൻ്റെ 2ാം വരവിനെ കുറിച്ച് വചനത്തിൽ പറയുന്നതൊക്കെ നമ്മൾ കേട്ടു കഴിഞ്ഞു.
നമ്മുടെ പരിശുദ്ധ അമ്മ നമ്മുടെ മേലെ വരാനിരിക്കുന്ന ഒരു വലിയ വിധി, കർത്താവിൻ്റെ ശിക്ഷ നമ്മളിലേക്ക് കടന്നു വരാതെ, നമ്മളിലേക്ക് അനുഗ്രഹം കടന്നു വരുന്നതിന് വേണ്ടി, നമ്മൾക്ക് വേണ്ടി ഈശോയുടെ മുൻപിൽ, അവിടുത്തെ അധികാര സിംഹാസനത്തിന് മുമ്പിൽ നിരന്തരം ന്യായവാദം നടത്തുന്ന അമ്മ, നീതിവിധിയാളനായി ഈശോ വരുമ്പോൾ അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് ദൈവനീതിയെ അതിലംഘിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് പോലും പറ്റില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സമയമുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും അങ്ങനെ ഒരു സമയമുണ്ടാകും. വിശുദ്ധ അൽഫോൺസ് ലിഗോരി പുണ്യവാളൻ പറയുന്നത് പോലെ, ഈ ഭൂമിയിൽ നമുക്ക് അനുവദിക്കപ്പെട്ട ഒരു സമയമാ. അമ്മ നമ്മുടെ കൂടെ നിൽക്കുന്ന സമയമാ. സ്വർഗം നമ്മുടെ കൂടെ നിൽക്കുന്ന സമയമാ. നമ്മൾ ഇപ്പോൾ നടത്തുന്ന ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നമ്മൾ ഗൗരവത്തിലെടുക്കണം. നമ്മൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് ഈ ദിവസങ്ങൾ നടത്തുന്ന പ്രാർത്ഥന, അമ്മയുടെ ഹൃദയത്തിന്റെ വേദന എന്താ, അമ്മയുടെ ഹൃദയത്തിന്റെ ആഗ്രഹം എന്താ, സ്വർഗത്തിന്റെ പദ്ധതി എന്താ, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ എന്താ, ഇത് നമ്മൾ മനസ്സിലാക്കി പ്രത്യേകമായി അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് നിന്ന് അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ ഒഴുകിയിറങ്ങാനുള്ള ഒരു പ്രധാന കാരണം, പ്രിയപ്പെട്ടവരെ, ആത്മാക്കളെ നഷ്ടപ്പെട്ടു പോകുന്നത് ഓരോ വിശുദ്ധർക്കും വേദനയായിരുന്നു. ഓരോ വിശുദ്ധരും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കൊച്ചി ത്രേസ്യ പുണ്യവതിയും സെലിൻ ചേച്ചിയും ഒരു വലിയ കൊലപാതകയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം പത്രത്തിൽ വാർത്ത വന്നതൊക്കെ ഒരു വലിയ അത്ഭുതമാണ്. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം ലോകത്തിനു വേണ്ടി. അമ്മ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ കൂടെ നമ്മൾ ചേരണം. അമ്മ നമ്മുടെ അഭിഭാഷകയായി കരുണയായിരിക്കണമേ, ഈ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മൾ സമർപ്പിക്കുന്നതോടുകൂടെ അമ്മയുടെ പ്രാർത്ഥനയോട് നമ്മൾ ചേരണം. സ്വർഗത്തിൽ അമ്മ നമുക്ക് മധ്യസ്ഥയാകുമ്പോൾ ഭൂമിയിൽ നിന്ന് അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ വികാരിയച്ഛൻ്റെ കുറ്റം വീട്ടിലിരുന്ന് പറയുന്നെങ്കിൽ നിങ്ങൾക്കത് പറയാൻ അർഹതയില്ല എന്ന് ഞാൻ പറയും. നിങ്ങൾ ആ വികാരിയച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാത്ത പക്ഷം നിങ്ങളുടെ മേൽ ശിക്ഷാവിധിയെ കടന്നു വരികയുള്ളൂ. കാരണം ഒരുപക്ഷെ വികാരിയച്ഛനായിരിക്കാം, ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കാം, ഈ കാലഘട്ടത്തിലെ സഭാ നേതൃത്വമായിരിക്കാം. വലിയ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്, വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും ദൈവസന്നിധിയിൽ നിന്ന് ഒരുപക്ഷെ തള്ളിക്കളയപ്പെടുന്നു എന്നുള്ള രീതിയിൽ ഈ ലോകത്തിനും ജഡികമായ രീതിയിലും ഈ ലോകത്തിൻ്റെ അരൂപിക്ക് അനുരൂപപ്പെട്ടും ഒക്കെ ജീവിക്കുന്ന സങ്കടകരമായ കാഴ്ചകൾ കാണുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദുഷ്ടാരൂപി ശക്തിപ്പെട്ട കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അമ്മയൊരു യുദ്ധം നടത്തുന്നുണ്ട്, സ്വർഗത്തു നിന്നൊരു സൈന്യം ഇറങ്ങുന്നുണ്ട്. ഇത് വലിയൊരു പോരാട്ടത്തിൻ്റെ സമയമാണ്. അമ്മ നമുക്ക് വേണ്ടി നടത്തുന്ന മാധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മളും പങ്കുചേരണം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് മാതാപിതാക്കള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, മക്കൾ വഴിതെറ്റിപ്പോകുമ്പോൾ അനേകം അമ്മമാരെ അവരെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അച്ഛനെ കണ്ടിട്ട് ഉപദേശിക്കാൻ വേണ്ടി കൊണ്ടുവരും. ഏതെങ്കിലും ഒരു കൗൺസിലേഴ്സിനെ എടുത്ത് കൊണ്ടുപോയി അവനെ ഉപദേശിപ്പിച്ച് നന്നാക്കാമെന്നും പരിശ്രമിക്കും. പ്രിയപ്പെട്ടവരെ, അഗസ്റ്റിനെ വിശുദ്ധ അഗസ്റ്റീനോസ് ആക്കിയ ഒരമ്മയുണ്ട്. മോനിക്ക പുണ്യവതിയുടെ മാധ്യസ്ഥ പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ഒട്ടിച്ചേർന്ന് നിന്നുള്ള പ്രാർത്ഥനയായതുകൊണ്ട് സ്വർഗം കണ്ടു. കണ്ണീരിന്റെ പുത്രനായ അഗസ്റ്റീനോസ് സഭ കണ്ടതിലും വെച്ച് ഏറ്റവും വലിയ വേദപാരംഗതനായി, സഭയെ പഠിപ്പിച്ച മഹാപണ്ഡിതനായി, എല്ലാ കാലങ്ങളിലും വചനം വ്യാഖ്യാനം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ക്ലാസ് മുറികളിൽ ഗൗരവമായി തിരുവചനം പഠിക്കുന്ന ഇടങ്ങളിൽ വിശുദ്ധ അഗസ്റ്റീനോസിന്റെ പേര് കേൾക്കാതെ നമുക്ക് ഇറങ്ങി വരാൻ തരമില്ല. കാരണം അത്രയ്ക്ക് ശ്രേഷ്ഠമായ കാര്യങ്ങൾ സഭയെ പഠിപ്പിച്ചു. ചെളി, പാപത്തിന്റെ പടുകുഴി, അവിടെ നിന്ന് ആ മനുഷ്യന്റെ രക്ഷയ്ക്ക് കാരണമായത് അമ്മയുടെ കണ്ണീരാണ്. അമ്മയുടെ കണ്ണീര് കൊണ്ട് കഴുകിയപ്പോഴാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളും. അമ്മ നമ്മുടെ അഭിഭാഷകയാണ്, സ്വർഗത്തിൽ അമ്മയുണ്ടല്ലോ എന്ന് കരുതി നമ്മൾ പിന്തിരിയരുത്. നമ്മളിപ്പോൾ നടത്തുന്ന പ്രതിഷ്ഠയുടെ അർത്ഥം അമ്മയുടെ വിമല ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ, അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, അമ്മയുടെ വിമല ഹൃദയത്തിന്റെ നിയോഗങ്ങൾ, അമ്മയുടെ വിമല ഹൃദയത്തിന്റെ വേദന, അത് മനസ്സിലാക്കി നമ്മൾ ആ ഹൃദയത്തോട് ഐക്യപ്പെടുക എന്നുള്ളതാണ് സ്വർഗത്തിൻ്റെ പദ്ധതി തന്നെയാണ് അമ്മയുടെ ഹൃദയത്തിൻ്റെ പദ്ധതി. സ്വർഗത്തെ മാറ്റി നിർത്തി അമ്മയ്ക്കൊരു പദ്ധതിയില്ല. കാരണം അമ്മയുടെ അന്തരാത്മാവിൽ ഒട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത് സ്വർഗത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഈശോ മാറ്റി നിർത്തി അമ്മയ്ക്കൊരു പദ്ധതിയില്ല.
ഈശോയിലാണ് അമ്മയുടെ സകല പദ്ധതിയും. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമാകുന്ന ദിവ്യ സക്രാരിയിലാണ് കാലാന്തരത്തോളം ഈശോ സന്നിഹിതനായിരിക്കുവാൻ പദ്ധതിയായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സമർപ്പണം സ്വർഗീയ പദ്ധതികൾക്കായി നമ്മൾ നടത്തുന്ന സമർപ്പണമാണ്. ഏറെ വിശുദ്ധിയോടെ, ഏറെ ഗൗരവത്തോടെ നമുക്കിത് ഏറ്റെടുക്കാം. പ്രിയപ്പെട്ടവരെ, 1954 12 പിയൂസ് പാപ്പ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായ ഒരു സ്ഥാനനാമം നൽകി. അത് ഇപ്രകാരമാണ്: ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന്. നമ്മൾ നേരത്തെ കേട്ടു, പരിശുദ്ധ അമ്മ രാജ്ഞിയാണ്. രാജ്ഞിപദം എന്ന് പറയുമ്പോൾ രാജാവിൻ്റെ ഭാര്യയല്ല, രാജാവിൻ്റെ അമ്മയാണ്. പഴയ നിയമത്തിൻ്റെ പാരമ്പര്യം അങ്ങനെയാണ്. ആ അമ്മയ്ക്ക് രാജ്യത്തിൻ്റെ ഭരണത്തിൽ പുത്രൻ്റെ മേൽ വലിയ സ്വാധീനമുണ്ട്. പുത്രനോട് അമ്മയ്ക്ക് പലതും കൽപ്പിക്കാൻ സാധിക്കും, അമ്മയ്ക്ക് പലതും യാചിക്കാൻ സാധിക്കും, പുത്രനെ സ്വാധീനിക്കാൻ സാധിക്കും. അതുകൊണ്ട് അവിടുത്തെ വിമല മാതാവ് ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പുതിയൊരു സ്ഥാനപ്പേരിൽ വണങ്ങപ്പെടണമെന്ന് ലോകത്തിന് വെളിപ്പെടുത്താൻ സിസ്റ്റർ നതാലിയായെ സ്വർഗം തിരഞ്ഞെടുത്തു. സിസ്റ്റർ നതാലിയായിലൂടെ ലഭിക്കപ്പെട്ടതാണ് ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന പേര്. പരിശുദ്ധ അമ്മയുടെ അഭ്യർത്ഥനകൾ എല്ലായ്പ്പോഴും താഴ്മയിൽ നിന്നുള്ളതും ദൈവഹിതമനുസരിച്ചുമുള്ളതായതിനാൽ ദൈവം അവിടുത്തെ പ്രിയമാതാവിൻ്റെ പ്രാർത്ഥനകൾ ഒരിക്കലും നിരസിക്കുന്നില്ല. പരിശുദ്ധ അമ്മ സ്വർഗത്തോട് അപേക്ഷിക്കുകയാണ്. അമ്മയുടെ ഹൃദയം പൊട്ടുകയാണ്, അമ്മ നുറുങ്ങുകയാണ്, വേദനിക്കുകയാണ്, സങ്കടപ്പെടുകയാണ്, കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, അമ്മ കരഞ്ഞാൽ, കാരണം പരിശുദ്ധ ത്രിത്വം ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു സൃഷ്ടി വേറെ ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല. കാരണം അത്രമാത്രം സ്വർഗത്തിനു വേണ്ടി മാത്രം അമ്മയുടെ ഓരോ ഹൃദയമുടുപ്പും സൂക്ഷിക്കുന്ന അമ്മ തേങ്ങിയാൽ, അമ്മ കരഞ്ഞാൽ സ്വർഗം കനിയും. അവിടെയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയുടെ ശക്തി ഇരിക്കുന്നത്. പരിശുദ്ധ അമ്മ ഭൂലോകങ്ങളുടെ വിജയരാജ്ഞിയായി അമ്മ ഉയർത്തപ്പെടുകയാണ്. അമ്മയുടെ വലിയ സ്വാധീനം ഈ കാലഘട്ടത്തിൽ പിശാചിനെതിരെയുള്ള പോരാട്ടത്തിൽ അമ്മ ഉപയോഗപ്പെടുത്തുന്ന കാലമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം യാചിക്കുകയും അമ്മയുടെ മാധ്യസ്ഥത്തിൽ നമ്മൾ സംബന്ധിക്കുകയും ചെയ്താൽ മാത്രം പോരാ, നമ്മൾ അമ്മയുടെ പദ്ധതികളിൽ അമ്മയുമായി അണിചേരുകയും വേണം. ഈ കാലഘട്ടത്തിൽ പലരും ഇത് ശ്രമകരമായ കാര്യമാണ്, ഇത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് കൊണ്ട് ചില കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. എന്നിട്ട് നമ്മൾ തീരുമാനിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അത്യാവശ്യം പ്രാർത്ഥനയൊക്കെ വേണം, കൂടിയ കാര്യങ്ങളൊന്നും വേണ്ട. പലരുടെയും വായിൽ നിന്ന് കേൾക്കുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന് നമ്മൾ നടത്തുന്ന സമർപ്പണം പരിപൂർണമാകണമെങ്കിൽ പരിപൂർണമായൊരു മനസ്സുകൂടി നമ്മൾ കൊടുക്കണം. പരിശുദ്ധ അമ്മയ്ക്കൊരു പദ്ധതിയുണ്ട്, സ്വർഗത്തിനൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ പകുതി സമർപ്പണമല്ല നടത്താൻ പോകുന്നത്. അമ്മ എനിക്ക് വേണ്ടി കണ്ടിരിക്കുന്ന ഒരു സ്വപ്നമുണ്ട്, സ്വർഗം എനിക്ക് വേണ്ടി കണ്ടിരിക്കുന്ന ഒരു സ്വപ്നമുണ്ട്. ഈ അന്ത്യകാല പോരാട്ടത്തിൽ വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് പറയുന്നത് പോലെ, കർത്താവിൻ്റെ രണ്ടാം വരവിൽ അന്ത്യകാല പ്രേക്ഷിതർ നരകം കൊള്ളയടിച്ച കൊള്ള മുതൽ മുഴുവനും തിരികെ പിടിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പോരടിക്കുന്ന ഒരു സൈന്യം. പ്രിയപ്പെട്ടവരെ, ആ സൈന്യത്തിലേക്ക് നിങ്ങൾ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ഹൃദയം നിറഞ്ഞ്, മനസ്സ് നിറഞ്ഞ്, ആമേൻ പറഞ്ഞ്, ഹല്ലേലൂയ പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ എടുത്തു വെക്കണം. അമ്മ മാതാവ് നിങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം തീർക്കുന്നുണ്ട്. നിങ്ങളെ ദുഷ്ടൻ തൊടാതെ, നിങ്ങൾക്ക് യാതൊരു ആപത്തും സംഭവിക്കാതെ ഈ പോരാട്ടത്തിൽ, ഈ ആത്മീയ പോരാട്ടത്തിൽ എൻ്റെ മക്കൾ എപ്പോഴും വിജയിക്കണം. പരിശുദ്ധ അമ്മ എപ്പോഴും പറയുന്നതാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ എപ്പോഴും വിജയിക്കണം. ഏതമ്മയ്ക്കാണ് മക്കൾ തോറ്റുപോകുന്നത് താല്പര്യമുള്ളത്? ഈ ഭൂമിയിൽ നമ്മളോട് ആർക്കൊക്കെ അസൂയ തോന്നിയാലും നമ്മളുടെ വിജയത്തിൽ സന്തോഷിക്കുന്ന ഏക മനുഷ്യ വ്യക്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ അമ്മയായിരിക്കും. കാരണം അമ്മമാർക്ക് ഒരിക്കലും മക്കളുടെ വിജയത്തിൽ അസൂയപ്പെടാൻ സാധിക്കുകയില്ല. എന്നാൽ മക്കളുടെ പരാജയത്തിൽ അവരുടെ ഹൃദയം തകർന്നു പോകും. അതുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മൾ ഒരിക്കലും പരാജയപ്പെടാതിരിക്കുന്നതിന് വേണ്ടി എൻ്റെ മക്കൾ എപ്പോഴും വിജയിക്കണമെന്നുള്ള ഒരാഗ്രഹത്തോടു കൂടി
നമ്മുടെ വിജയത്തിനുതകുന്ന തരത്തിൽ അമ്മ എപ്പോഴും നമുക്ക് വേണ്ടി മാധ്യസ്ഥം തീർക്കുന്നു. സ്വർഗത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ തിരുത്തത്തിൽ നിന്ന് കൃപകൾ സ്വീകരിക്കുന്നു. നമ്മുടെ അഭിഭാഷകയായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയുടെ തിരുഹൃദയത്തിൽ നമുക്ക് അഭയപ്പെട്ട് പ്രാർത്ഥിക്കാം. യഥാർത്ഥ മരിയഭക്തി 27-ാമത്തെ നമ്പറിൽ വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് പറയുന്നു: പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ അനന്തവും അചഞ്ചലവുമായ ഹിതത്തിനെതിരായി ഒന്നും ആഗ്രഹിക്കുകയോ അഭ്യർത്ഥിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയില്ല. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം ദൈവം മറിയത്തിന് നൽകാൻ തിരുചിത്തമായ അധികാരം ഏറ്റവും ഉന്നതമായതിനാൽ മറിയത്തിനുള്ള ശക്തി ദൈവത്തിൻ്റെ ശക്തിക്ക് സമാനമാണെന്ന് തോന്നും. അവിടുന്ന് തൻ്റെ പ്രിയമാതാവിൻ്റെ യാചനകൾ ഒരിക്കലും തിരസ്കരിക്കുകയില്ല. പ്രത്യുത ഒരു കൽപ്പന എന്ന പോലെ സ്വീകരിക്കും. കാരണം അതെപ്പോഴും വിനീതമാണ്, ദൈവഹിതത്തിന് അനുരൂപമാണ്. ദൈവത്തെ ധിക്കരിക്കുകയും അവിടുത്തെ കൽപ്പന ലംഘിക്കുകയും ചെയ്ത ഇസ്രായേൽ ജനതയുടെ മേൽ പതിച്ച ദൈവകോപം പിൻവലിക്കുവാൻ മോശ പ്രാർത്ഥിച്ചു. തൻ്റെ എളിയ ദാസന്റെ പ്രാർത്ഥന അത്യുന്നതനും അനന്തകാരുണ്യവാനുമായ ദൈവത്തിന് നിരാകരിക്കാനാകാത്ത വിധം ശക്തമെങ്കിൽ, വിനീതയും ദൈവത്തിന് ഏറ്റവും അനുയുക്തയുമായ മറിയത്തിൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും സകല പ്രാർത്ഥനകളെയും മാധ്യസ്ഥതകളെയും അതിശയിക്കുന്ന അവളുടെ യാചന എങ്ങനെയാണ് ദൈവം നിരാകരിക്കുക? പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദൈവമേ. ഏഴുമാത്മാവിൽ നാശവീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യഗാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം
മറിയത്തിൽ വാഴുന്ന യേശുവേ, അങ്ങയുടെ ദാസരിൽ വന്ന് വസിക്കണമേ. അങ്ങേ വിശുദ്ധിയുടെ അരൂപിയാലും അങ്ങേ ശക്തിയുടെ നിറവിനാലും അങ്ങേ പുണ്യത്തിൻ്റെ സത്യമോടെയും അങ്ങേ മാർഗത്തിൻ്റെ പൂർണ്ണതയിലും അങ്ങേ രഹസ്യങ്ങളുടെ അകമ്പടിയോടെയും തിന്മകളുടെ ശക്തികളെയെല്ലാം തുരത്തേണമേ. അങ്ങേ അരൂപിയാൽ പിതാവിൻ്റെ മഹത്വത്തിനായി എന്നും എന്നേക്കും ആമേൻ. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ടിൻ്റെ യേശുവിനോടുള്ള പ്രാർത്ഥന. ഏറ്റവും സ്നേഹമുള്ള ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ കവിഞ്ഞൊഴുകുന്ന കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കാരുണ്യപൂർവ്വം അങ്ങനെ അനുവദിക്കണമേ. പരിശുദ്ധമായ അടിമത്തം എന്ന ഭക്താഭ്യാസം വഴി അങ്ങ് അവിടുത്തെ അമ്മയെ എനിക്ക് നൽകി. മാതാവിലൂടെ അങ്ങ് എനിക്ക് വർഷിച്ച കൃപാവരങ്ങൾ എത്ര അനവധിയാണ് നാഥ. അങ്ങയുടെ തിരുമുമ്പിൽ അമ്മയത്രേ എനിക്കുറപ്പുള്ള മധ്യസ്ഥ. എൻ്റെ ഏറ്റവും ദാരുണമായ കഷ്ടതകളിൽ പരിശുദ്ധ കന്യകയാണ് എനിക്ക് ഏറ്റവും വലിയ ആശ്രയം. കഷ്ടം, ഓ എൻ്റെ ദൈവമേ, ഈ വത്സല മാതാവില്ലായിരുന്നെങ്കിൽ ഞാൻ വലിയ ദുർഭകനാകുമായിരുന്നു. തീർച്ചയായും ഞാൻ നശിച്ചു പോവുകയും ചെയ്തേനെ. അതെ, അവിടുത്തെ നീതിപൂർവമായ കോപത്തെ ശാന്തമാക്കാൻ മറിയം അങ്ങയുടെ സമീപത്തും മറ്റെല്ലാ ഇടങ്ങളിലും എനിക്ക് വേണ്ടി ഉണ്ടാകണം. എന്തെന്നാൽ പലപ്പോഴും ഞാൻ അവിടുത്തെ ദ്രോഹിക്കുന്നു. അങ്ങയുടെ നീതിപ്രകാരം ഞാൻ അർഹിക്കുന്ന നിത്യനാശത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ എന്നെ രക്ഷിക്കട്ടെ. മറിയം അവിടുത്തെ ധ്യാനിക്കട്ടെ, അങ്ങയോട് സംസാരിക്കട്ടെ, അങ്ങയോട് പ്രാർത്ഥിക്കട്ടെ, അങ്ങയെ സമീപിക്കട്ടെ, അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. മറിയം എൻ്റെ ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാക്കളെയും രക്ഷിക്കാൻ സഹായിക്കട്ടെ. ചുരുക്കത്തിൽ ഞാൻ എപ്പോഴും അങ്ങയുടെ ദിവ്യഹിതം നിർവഹിക്കുവാനും അവിടുത്തെ ഉപരിമഹത്വം സാധിക്കുവാനും മറിയം എനിക്ക് അത്യാവശ്യമത്രേ. അവിടുന്ന് എന്നോട് കാണിച്ച വലിയ കാരുണകളെ ലോകം മുഴുവനും പോയി പ്രഘോഷിക്കുവാൻ എനിക്ക് കഴിയുമോ? മറിയം ഇല്ലായിരുന്നെങ്കിൽ ഓരോരുത്തരും നിത്യനാശത്തിലാകുമായിരുന്നുവെന്ന് ഓരോ മനുഷ്യരും അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ അനുഗ്രഹത്തിന് അർഹമായ നന്ദി പ്രകാശിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുമോ? മറിയം എന്നിലുണ്ട്. ഓ അക്ഷയമായ നിധിയെ, ഓ എത്ര വലിയ ആശ്വാസം! ഞാൻ പൂർണ്ണമായും അവളുടേതല്ലാതായി പോകുമോ? ഓ എത്ര വലിയ നന്ദിഹീനത! ഓ എൻ്റെ പ്രിയ രക്ഷക, ഈ അത്യാപത്തിൽ പെടുന്നതിനേക്കാൾ എന്നെ മരിപ്പിച്ചാലും. എന്തുകൊണ്ടെന്നാൽ ഞാൻ പരിപൂർണമായും മറിയത്തിൻ്റെതാകുന്നില്ലെങ്കിൽ ഞാൻ മരിക്കുകയാണ് ഭേദം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ കൂടെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് 1000 പ്രാവശ്യം അവളെ എൻ്റെ അമ്മയായി സ്വീകരിക്കുകയും അത്രയും പ്രാവശ്യം തന്നെ എന്നെ അവൾക്ക് നൽകുകയും ചെയ്യുന്നു. പ്രിയ ഈശോയെ, അങ്ങ് അഭിലഷിക്കുന്ന രീതിയിൽ എൻ്റെ സമർപ്പണം ഇപ്പോഴും നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ സമർപ്പണം അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ നവീകരിക്കുന്നു. പ്രിയ ഈശോയെ, എൻ്റെ ആത്മാവിലോ ശരീരത്തിലോ ഈ മഹത്വമുള്ള രാജ്ഞിക്ക് അർപ്പിതമല്ലാതായി എന്തെങ്കിലും കാണുന്നെങ്കിൽ അങ്ങ് അതിനെ എന്നിൽ നിന്ന് ദൂരെ അകറ്റണമേ. എന്നിൽ മറിയത്തിനല്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാഥ, അത് അങ്ങേക്ക് അനുഗുണമുള്ളതല്ല. ഓ പരിശുദ്ധാത്മാവേ, ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് നൽകണമേ. എൻ്റെ ആത്മാവിൽ മറിയമാകുന്ന യഥാർത്ഥ ജീവൻ്റെ വൃക്ഷം അങ്ങ് നടയണമേ. അതിനെ പരിപാലിച്ച് വളർത്തണമേ. അങ്ങനെ അത് വളർന്ന് പുഷ്പിച്ച് ജീവൻ്റെ ഫലം സമൃദ്ധമായി ഉൽപ്പാദിപ്പിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വിശ്വസ്ത വധുവായ മറിയത്തോട് എനിക്ക് വലിയ ഭക്തി തരണമേ. പരിശുദ്ധ അമ്മയുടെ മാതൃഹൃദയത്തിൽ ആഴമായ വിശ്വാസം എനിക്ക് നൽകിയാലും ദിവ്യജനനിയുടെ കരുണയിൽ അഭയം തേടാൻ എന്നെ സഹായിക്കണമേ. അതുവഴി വലിയവനും ശാന്തനുമായ യേശുവിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ വളർത്തുവാൻ അവിടുത്തേക്ക് സാധിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ലുത്തീനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിന്റെ വാഗ്ദാനമേ, ഞങ്ങളിൽ നിറയണമേ. സ്വർഗീയ പ്രകാശത്തിന്റെ കതിരേ, ഞങ്ങളിൽ നിറയണമേ.
എല്ലാ നന്മകളുടെയും കാരണമേ, ഞങ്ങളിൽ നിറയണമേ. സ്വർഗീയ നീരുറവേ, ഞങ്ങളിൽ നിറയണമേ. ദഹിപ്പിക്കുന്ന അഗ്നിയെ, ഞങ്ങളിൽ നിറയണമേ. ആർദ്രമായ സ്നേഹമേ, ഞങ്ങളിൽ നിറയണമേ. ആത്മീയ അഭിഷേകമേ, ഞങ്ങളിൽ നിറയണമേ. സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. സതുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. അറിവിന്റെയും ഭക്തിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. സമാധാനത്തിന്റെയും ശാന്തതയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. വിനയത്തിന്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. വിശുദ്ധീകരിക്കുന്ന ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. ദൈവമക്കളുടെ പുത്രസ്വീകാര്യത്തിന്റെ അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പാപത്തെക്കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നാമം എഴുതണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാരം ഞങ്ങൾക്കായി തുറക്കണമേ. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നന്മ അഭ്യസിക്കുവാൻ പ്രചോദനം നൽകണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ കർത്താവേ, അങ്ങേ ദിവ്യാരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ സുധ ഞങ്ങളിൽ ഒഴുകി സത്പ്രവർത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ. ആമേൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാരാ. രാജാധിരാജൻ മഹിമയോടെ ഈ സമൂഹത്തിൽ എഴുന്നള്ളുന്നു. രാജാധിരാജൻ മഹിമയോടെ ഈ സമൂഹത്തിൽ എഴുന്നള്ളുന്നു.
പരിഹാസങ്ങൾ ദുഷികളല്ല തീരാക്കാലമാ കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമാ ദുഷികളെല്ലാം തീരാൻ കാലമാ രാജാധിരാജൻ മഹിമയോടെ ഈ സമൂഹത്തിൽ എഴുന്നള്ളുന്നു രാജാധിരാജൻ മഹിമയോടെ ഈ സമൂഹത്തിൽ എഴുന്നള്ളുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം തുറന്ന് നമുക്ക് കർത്താവിനെ സ്വീകരിക്കാം. അവിടുത്തെ മഹത്വ സാന്നിധ്യത്തെ നമുക്ക് ഏറ്റുപറയാം. മാലാഖമാർ, അഗ്നിമയന്മാർ, അരൂപികൾ, സ്വർഗീയ സൈന്യങ്ങൾ, മിന്നലുടുത്ത മാലാഖമാർ, വിറയലോടെ നിൽക്കുന്ന ദൈവ സാന്നിധ്യമാണ്. സ്വർഗം മുഴുവൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് അനവരതം ഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. നമുക്ക് നന്ദി പറഞ്ഞ് ആരാധിക്കാം. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയനാം വാസമൊരുക്കാൻ പോയ പ്രിയൻ രാജാധിരാജൻ മഹിമയോടെ ഈ സമൂഹത്തിൽ എഴുന്നള്ളുന്നു രാജാധിരാജൻ മഹിമയോടെ ഈ സമൂഹത്തിൽ എഴുന്നള്ളുന്നു. ആരാധന യേശുവേ, അങ്ങ് ഞങ്ങളെ ആരാധിക്കുന്നു. യേശുവേ, യേശുവേ, അങ്ങ് ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ വലിയ സാന്നിധ്യത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു. സ്തുതിക്കുന്ന കർത്താവേ, യേശുവേ, നന്ദി ദൈവമേ, ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധന ആരാധന ആരാധന. യേശുവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. വലിയ അഭിഷേകം വ്യാപരിക്കട്ടെ. ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. അങ്ങയുടെ വലിയ സാന്നിധ്യം, മഹത്വ സാന്നിധ്യം. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സർവത്തിൻ്റെയും സർവവുമായ ദൈവത്തിൻ്റെ വരവ്, അവിടുത്തെ രണ്ടാമത്തെ ആഗമനം, വാനമേഘങ്ങളിൽ അവിടുന്ന് ആഗതനാകുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. സഭ പഠിപ്പിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുവാൻ കൽപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതെങ്ങനെ ആയിരിക്കുമെന്ന് നമുക്കറിവില്ല. നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഒരുപക്ഷെ അത് വിവരിച്ച് തന്നിട്ടുണ്ട്. മലാഖമാർ, കുഴലൂതുന്ന മലാഖമാരുടെ കൂടെ അവനിങ്ങനെ സർവ വേഷഭൂഷാദികളോടുകൂടി അവൻ്റെ രാജ്യത്വത്തിൽ എഴുന്നള്ളുമെന്ന്. പ്രിയപ്പെട്ടവരെ, എങ്ങനെ വിവരിക്കണമെന്നറിയില്ല നമുക്ക്. എങ്കിലും നമുക്കൊന്നറിയാം, അവൻ സർവത്തിൻ്റെയും സർവവുമാകുന്ന സമയമായിരിക്കും അത്. കർത്താവിൻ്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുക എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ വലിയ കർത്തവ്യം. അവിടുന്ന് രാജാവാണ്. രാജാവിനൊരു നീതിയുണ്ട്. അവനൊരു നീതിയുടെ സിംഹാസനമുണ്ട്. അവൻ കയ്യിൽ അധികാരത്തിൻ്റെ ദണ്ഡെടുക്കുന്നവനാണ്. അവൻ്റെ കൽപ്പന പ്രകാരം സർവം നിറവേറേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു അവസരത്തിൽ പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 32-ാമത്തെ തിരുവചനം, അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. അതിൻ്റെ കൊമ്പുകൾ ഇളതാവുകയും തളിർക്കുകയും ചെയ്യുമ്പോൾ
വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുവിൻ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ തുടക്കം മുതൽ നമ്മൾ വായിക്കണം, മനസ്സിരുത്തി വായിക്കണം. വേദനകളുടെ ആരംഭം. ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് നമ്മുടെ തമ്പുരാൻ പറഞ്ഞുകൊണ്ട് പറയുന്ന ഒത്തിരി കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, അമ്മ മാതാവിന് വലിയ സങ്കടമാണ്. സമയം, അനുവദിക്കപ്പെട്ട സമയം. വിശുദ്ധ അൽഫോൺസ് ലിഗോരി പുണ്യവാളൻ പറയുന്നത് പോലെ നമുക്ക് അനുവദിക്കപ്പെട്ട ഒരു സമയത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. സ്വർഗം നഷ്ടമാക്കാതിരിക്കുന്നതിനായി നമ്മൾ ജീവിക്കേണ്ട സമയമാണ്. പരിശുദ്ധ അമ്മ ഒരു അഭിഭാഷകയായി നമുക്ക് വേണ്ടി ദൈവത്തിനു മുമ്പിൽ വാദിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ മക്കള്, ആത്മാക്കൾ നശിച്ചു പോകുന്നതോർത്ത് അമ്മ കരയുകയാണ്. ദൈവത്തെ മറന്നുള്ള മനുഷ്യന്റെ ജീവിതമോർത്ത് അമ്മ കരയുകയാണ്. മറ്റുള്ളവരെ നമ്മൾ അതിരറ്റ് കുറ്റം പറഞ്ഞ് ജീവിക്കുന്ന അഹന്തയുടെ ജീവിതമോർത്ത് അമ്മ കരയുകയാണ്. എല്ലാറ്റിലും ഉപരിയായി ദൈവത്തിന്റെ കാരുണ്യം വിസ്മരിച്ചുകൊണ്ട് ഓടുന്ന ലോകത്തിന്റെ മേൽ വരാനിരിക്കുന്ന ദൈവകോപത്തിന്റെ കാഠിന്യമോർത്ത് ദൈവജനത്തിന്റെ മാതാവായ പരിശുദ്ധ മറിയം കണ്ണുനീർ വാർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ പ്രതി ഞങ്ങളോട് കരുണയായിരിക്കണമേ നമ്മൾ പറയുമ്പോൾ പുത്രൻ അമ്മയെ കാണും, സ്വർഗം മറിയത്തെ കാണും. പരിശുദ്ധ അമ്മയുടെ സഹായം അങ്ങനെയാണ്. കരുണയുടെ കാലയളവ് കൂട്ടി നൽകപ്പെട്ട മനുഷ്യജന്മങ്ങളാണ് നമ്മുടേത്. ഇളവ് ലഭിക്കപ്പെട്ട ജീവിതങ്ങളാണ് നമ്മുടേത്. അഹങ്കരിക്കാൻ നമുക്കൊന്നുമില്ല. കർത്താവ് സത്യമായും സർവത്തിൻ്റെയും സർവമാണെന്ന് എല്ലാ കാലങ്ങളിലും ത്വരിതപ്പെടുത്തുമെന്ന് വചനം പറയുന്നു. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ? അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കും, ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന്, നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലങ്ങളിലെ പ്രതികൂലതകളിലൊന്നും നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. പ്രകൃതി നമുക്കെതിരായി. നമ്മൾ പഠിച്ചു വെച്ചിരുന്ന നമ്മുടെ അറിവോ നമ്മളുടെ മരുന്നുകളോ ഒന്നും നമ്മളെ സഹായിക്കാത്ത തരത്തിൽ ലോകം മുഴുവനും കുരുങ്ങിപ്പോയി. എന്നിട്ടും ഞങ്ങൾ പഠിച്ചില്ല കർത്താവേ. എളിമപ്പെടാൻ ഇപ്പോഴും ഞങ്ങൾ പഠിച്ചിട്ടില്ല. ദൈവം ദൈവമാണെന്ന് ഏറ്റുപറയാൻ ഞങ്ങൾ ഇപ്പോഴും പഠിച്ചിട്ടില്ല. അമ്മ മാതാവിൻ്റെ കണ്ണുനീര്, അമ്മ മാതാവിൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ കോപത്തെ തടഞ്ഞു വയ്ക്കുന്നു എന്നുള്ളത് പരമമായ സത്യമാണ്. അമ്മ വെളിപ്പെടുത്തിയിട്ടുള്ള സത്യമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയമാണ്. വലിയ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ ദൈവത്തിനു മുമ്പിൽ അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്, എൻ്റെ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ, അവരെ ഒന്നും ചെയ്യരുതേ, അവരെ പൊതിയണമേ, അവരുടെ മേൽ ശിക്ഷ അയക്കരുതേ, അവർ മാറിക്കോളും, അവരെ ഞാൻ ശരിയാക്കിക്കോളാം. ഏതൊരു ഭൂമിയിലെ അമ്മയെപ്പോലെയുമാണ് അമ്മ മാതാവ് പെരുമാറുക. അവളൊരു സൃഷ്ടിയാണ്. എങ്കിലും മനുഷ്യരാശിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു ഹൃദയമാണ് അമ്മയുടെ ഹൃദയം. എത്ര നോവിച്ചിട്ടും, എത്ര തള്ളിപ്പറഞ്ഞിട്ടും, എത്ര നിന്ദിച്ചിട്ടും അമ്മ ചേർത്ത് പിടിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരുണയുടെ മാതാവേ, പരിശുദ്ധ അമ്മേ, അമ്മയുടെ പുത്രന്റെ മുമ്പിൽ അമ്മയോടൊപ്പം ഞങ്ങൾ മുട്ടുകൾ മടക്കുന്നു. ഞങ്ങൾക്ക് അമ്മയുടെ വിമല ഹൃദയത്തിലൂടെയാണ് കരുണ ലഭിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ദൈവ കരുണയുടെ അമ്മേ, സ്നേഹത്തിൻ്റെ വറ്റാത്ത വിമല ഹൃദയം അമ്മയ്ക്കുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ആ വിമല ഹൃദയത്തോട് ചേർന്ന് നിന്ന് ഇപ്പോൾ ഈ ദൈവ സാന്നിധ്യത്തിൽ അമ്മയുടെ പുത്രൻ എഴുന്നള്ളിയിരിക്കുമ്പോൾ പുത്രന്റെ മുമ്പിൽ വെച്ച് തന്നെ ഞങ്ങൾ അമ്മയോട് ചേർന്ന് നിൽക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടായിരിക്കണമേ, നിത്യസഹായ മാതാവേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ദൈവ കരുണ ലഭിക്കാൻ കഴിയാത്ത തരത്തിൽ തിങ്ങിക്കൂടിയിരിക്കുന്ന പാപത്തിന്റെ കറകൾ, ഞങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന കറകൾ, അമ്മേ മാതാവേ, പുത്രന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന രക്തത്താൽ, അവന്റെ ഹൃദയം തുറക്കപ്പെട്ട് അവിടെ നിന്ന് ഒഴുകിയിറങ്ങുന്ന രക്തത്താൽ, അവന്റെ സ്നേഹം തന്നെയായ കരുണ തന്നെയായ രക്തത്താൽ ഞങ്ങളെ
വെണ്മയുള്ളവരാക്കി തീർക്കണമേ. ഞങ്ങൾക്ക് ചുറ്റും അമ്മേ അമ്മയുടെ നീലമേലങ്കിയുടെ കോട്ടയുണ്ടാകണമേ. ജ്ഞാനം നിറഞ്ഞ വലിയ പുസ്തകമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങൾക്ക് പ്രത്യാശ നൽകണമേ. ജപമാലനാഥയായ സമാധാനത്തിൻ്റെ രാജ്ഞി, ദൈവകരുണയുടെ മാതാവേ, ഞങ്ങൾ അമ്മയുടെ കരം പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അമ്മ തിരുക്കുമാരൻ്റെ മുൻപിൽ ഇനിയും പ്രാർത്ഥിക്കണമേ. ഞങ്ങളോട് കരുണയായിരിക്കുന്നതിന് വേണ്ടി ഈശോയെ, അമ്മയുടെ പ്രാർത്ഥന തള്ളരുതേ. അമ്മ നിരന്തരം ഒരഭിഭാഷകയായി നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുമ്പോൾ ഞങ്ങളുടെ പക്ഷത്തല്ല ന്യായമെങ്കിലും അമ്മയുടെ കണ്ണുനീരിനെ പ്രതി, അമ്മയുടെ ഹൃദയത്തിൻ്റെ വ്യാകുലത്തെ പ്രതി, അമ്മ ഞങ്ങളെ പ്രതി അനുഭവിക്കുന്ന ഹൃദയവേദയെ പ്രതി ഞങ്ങളോട് കരുണയായിരിക്കണമേ. രണ്ടാം വരവിൻ്റെ അമ്മേ, കന്യാമാതാവേ, അങ്ങയുടെ സുതന്റെ രണ്ടാം വരവിന് വേണ്ടി ലോകത്തെ ഒരുക്കണമേ. സുവിശേഷം തീപോലെ കത്തിപ്പരട്ടെ. അമ്മയോടൊപ്പം ഞങ്ങൾ ആരാധിക്കുന്നു. ഒരു പുതിയ ബന്ധക്കുസ്തിക്കായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവിനെ ഇനി എല്ലാവരും ഈശോ രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. ഈശോയെ, നീ ഏകരക്ഷകനാണെന്നും നീ സർവത്തിന്റെയും സർവവുമാണെന്നും നിന്റെ അങ്കുലി ചലനങ്ങളാൽ ഈ ലോകത്തെ മുഴുവനും തറപറ്റിക്കുവാൻ നിനക്കൊരു നിമിഷം മതിയെന്നും ഈ ലോകം ഒരു ധൂളി മാത്രമാണ് എന്നും ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ ബോധ്യം നൽകണമേ. ഞങ്ങളുടെ അഹന്തകളുടെ വലിയ കുമിളകളെ അങ്ങ് പൊട്ടിക്കണമേ. യഥാർത്ഥ ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ, വീണ്ടെടുക്കണമേ. അമ്മേ മേരി കന്യാമാതാവേ, അമ്മേരിക്കൊപ്പം താവിൻ വരവിനു വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെങ്ങും കത്തിപ്പടരട്ടെ. രണ്ടാം വരവിന്റെ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിനു വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെങ്ങും യേശു ഏകരക്ഷകനെന്ന് ലോകത്തിന്റെ അതിർത്തികൾ വരെ പ്രഖ്യാപിക്കപ്പെടട്ടെ. രക്ഷകനും നാഥനുമായി ആമേൻ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. അമ്മ മേരിക്കൊപ്പം ഞങ്ങൾ ആരാധിക്കുന്നു. അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിനു വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെങ്ങും കത്തിപ്പടരട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. അമ്മ മാതാവിനൊപ്പം നമുക്ക് ആരാധിക്കാം. അമ്മ മേരിക്കൊപ്പം ഞങ്ങൾ ആരാധിക്കുമ്പോൾ എങ്ങനെയാണ് ഈശോയെ സ്നേഹിക്കേണ്ടത്, ആരാധിക്കേണ്ടതെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മേ. അമ്മയുടെ കരം പിടിച്ച് പുത്രന്റെ സന്നിധിയിലേക്ക് നമുക്ക് നടക്കാം. സുവിശേഷത്തിൻ ദൂത് വിളമ്പാൻ നമ്മൾ പോകുമ്പോൾ നമ്മുടെ അമ്മയായ മറിയം നിത്യം കൂടെ നടക്കുന്നു, മനസ്സിൽ ശക്തി നിറയ്ക്കുന്നു. സുവിശേഷത്തിൻ ദൂത് വിളമ്പാൻ നമ്മൾ പോകുമ്പോൾ നമ്മുടെ അമ്മയായ മറിയം നിത്യം കൂടെ നടക്കുന്നു, മനസ്സിൽ ശക്തി നിറയ്ക്കുന്നു. ആഹാ, അമ്മയ്ക്കൊപ്പം ഉത്സാഹത്തോടോടി നടന്നിടാം. സുവിശേഷത്തിൻ ദൂത് വിളമ്പാൻ നമ്മൾ പോകുമ്പോൾ നമ്മുടെ അമ്മയായ മറിയം നിത്യം കൂടെ നടക്കുന്നു, മനസ്സിൽ ശക്തി നിറയ്ക്കുന്നു. ആഹാ, അമ്മയ്ക്കൊപ്പം ഉത്സാഹത്തോടോടി നടന്നിടാം. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. 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 കർത്താവിനെ
ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു ദൈവമേ. പരിശുദ്ധ അമ്മയോടൊപ്പം ആരാധിക്കുന്നു, സ്വർഗീയ ദൂതന്മാരോടൊപ്പം ആരാധിക്കുന്നു. ഇസ്രായേൽ ജനത്തിന്റെ സ്തുതിയോട് ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു, തിരുസഭയോട് ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു, ലോകം മുഴുവനോടും ചേർന്ന്, സമസ്ത സൃഷ്ടികളോടും ചേർന്ന് ദൈവമേ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഒറ്റ വിളി, ഈശോ. ശംഖുപൊട്ടി വിളിച്ചേ. വലിയ കരുണ നമുക്ക് ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ. കർത്താവേ, കരുണയായിരിക്കണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ദൈവകരുണ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ, വീണ്ടെടുക്കണമേ. കർത്താവേ, കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മേലുള്ള ശിക്ഷ പിൻവലിക്കണമേ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ പറയുന്നു, പിശാചുക്കൾ പോലും യേശുവിനെ ക്രൂശിച്ചില്ല, എന്നാൽ നീ അവരോട് ചേർന്ന് അവിടുത്തെ ക്രൂശിച്ചു. തിന്മകളിലും പാപങ്ങളിലും നീ ആഹ്ലാദിക്കുമ്പോൾ ഇന്നും നീ അവിടുത്തെ ക്രൂശിക്കുന്നു. തമ്പുരാനെ, പരിശുദ്ധ അമ്മയുടെ കണ്ണീർ കണങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. ദൈവമേ, നീ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ഈ സമയത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഒരവസരവും കൂടി ഞങ്ങൾക്ക് തരുന്ന പൊന്നു തമ്പുരാനെ, നിന്റെ കരുണയിൽ, നിന്റെ അലിവിൽ, നിന്റെ മഹാമനസ്കതയിൽ ദൈവമേ ഞങ്ങൾ ശരണപ്പെടുന്നു. ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങൾക്കൊരു പുതിയ ജീവിതം, ഒരു നവീകരണത്തിൻ്റെ ജീവിതം, വിമലീകരിക്കപ്പെട്ട ഹൃദയമുള്ളൊരു ജീവിതം, പാപത്തിൻ്റെ കറകൾ കഴുകി വെടുപ്പാക്കി അങ്ങയെ സന്തോഷിപ്പിക്കുന്നൊരു ജീവിതം, അങ്ങയുടെ ഹൃദയത്തിനിണങ്ങുന്നൊരു ജീവിതം ഞങ്ങൾക്ക് തരണമേ. നമുക്ക് മുട്ടുമേൽ നിന്ന് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.